എന്നാൽ നിർമ്മിക്കപ്പെട്ട സലാത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. പ്രവാചകനിലൂടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, പ്രവാചകനിലൂടെ പ്രയാസങ്ങൾ മാറും, പ്രവാചകനിലൂടെ ദുരന്തങ്ങൾ ലഘൂകരിക്കപ്പെടും എന്നൊക്കെ അർത്ഥം വരുന്ന പ്രവാചകനെ കേവലം ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ഉൽപ്പന്നമായി ചിത്രീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ അറബിയിൽ ലഭ്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും റസൂലും പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിലുള്ള മുദ്ര നമുക്ക് ആ പ്രാർത്ഥനകളിൽ കാണാൻ സാധിക്കുകയില്ല എന്നാണ്. നോക്കൂ, നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളിലുടനീളം നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പടച്ചവനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ്. റുക്കൂഇൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ. റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും, ഈ പ്രപഞ്ചത്തോളം ഈ ആകാശഭൂമികൾ നിറയെ നിനക്കാകുന്നു സ്തുതി. വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ, എന്തെല്ലാം നീ ഉദ്ദേശിക്കുന്നു അത് നിറയെ നിനക്കാകുന്നു സ്തുതി. അല്ലാഹുമായിട്ടുള്ള ബന്ധം, മനുഷ്യരും പടച്ചവനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. സുജൂദിലേക്ക് പോയാൽ സുബ്ഹാന റബ്ബിയൽ അഅല, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അത്തഹിയാത്തിന് ശേഷമുള്ള ദുആയിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. പടച്ചവനുമായുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാൻ പടച്ചവനോട് നടത്തുന്ന സംഭാഷണത്തിന്റെ പേരാണ് പ്രാർത്ഥന. അവന്റെ വളർമ്മ, അവന്റെ ഉന്നതികൾ, അവന്റെ ഗുണഗണങ്ങൾ, അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഏറ്റുപറഞ്ഞ് പടച്ചവനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ളതാണ് പ്രാർത്ഥന. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളതല്ല അടിസ്ഥാന ലക്ഷ്യം. ആവശ്യങ്ങൾ പൂർത്തീകരിച്ചേക്കാം, പക്ഷെ അതിനല്ല പ്രാർത്ഥന. നമസ്കാരം അതിൽ വലിയൊരു പാഠമാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നത്, നമുക്ക് അല്ലാഹുവിനോടുള്ള സമീപനം നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാനുള്ള ഒരു അസ്തിത്വം. സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം സ്വന്തം ജനതയുടെ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെ നാട് വിട്ടുപോകുന്ന ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവസാനം അദ്ദേഹം ഒരു കപ്പലിൽ പ്രവേശിക്കുന്നു. ആ കപ്പലിൽ നിന്നും എടുത്തെറിയപ്പെട്ട് മത്സ്യത്തിന്റെ ഉദരത്തിലേക്കാണ് ആപതിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥനയെ എടുത്തു പറയുന്നത്, ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇരുളുകളിൽ നിന്ന് ഇരുളുകളിലേക്ക് പോയി ആ ഇരുളുകളിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ യൂനുസ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ഒരു ആരാധ്യനില്ലെന്ന്. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു എന്ന്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ ചെയ്തു പോയത് അക്രമമാണ് എന്ന്. മത്സ്യത്തിൽ അകപ്പെട്ട ഒരു പ്രവാചകൻ പ്രാർത്ഥനയോടുള്ള നമ്മുടെ സമീപനം വെച്ചാണെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണം? എത്രയും പെട്ടെന്ന് ഈ മത്സ്യത്തിൽ നിന്ന് കരകയറ്റു പടച്ചവനെ എന്നാണ് പറയേണ്ടത്. പക്ഷെ അതല്ല യൂനുസ് നബി പറഞ്ഞത്. അല്ലാഹുവേ നീ അല്ലാതെ ഒരു ആരാധ്യനില്ലെന്ന്, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുവെന്ന് ഞാൻ അക്രമം ചെയ്തു പോയി. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഇതാണ്. മുഴുവൻ നബിമാരുടെയും പ്രാർത്ഥനകൾ പരിശോധിച്ച് നോക്കുക. ഒട്ടുമിക്ക പ്രാർത്ഥനകളിലും നമുക്കിത് കാണാൻ സാധിക്കും. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നു. ആ നിർമ്മാണത്തിന്റെ പൂർത്തീകരണം എല്ലാം കഴിഞ്ഞ ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ. ഇത് പറയുമ്പോ ഇബ്രാഹിം നബിക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല മക്കയില്. വാസയോഗ്യമായ ഒരു സ്ഥലമല്ല മക്ക. പ്രശ്നങ്ങൾ ഏറെയുണ്ട്. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഏറ്റവും ഉജ്ജ്വലമായ ഒരു പ്രവർത്തനം അമല് നിർവഹിച്ച ശേഷം ഒരു പ്രവാചകന്റെ പ്രാർത്ഥന, എന്ത് ചോദിച്ചാലും പടച്ചവൻ കൊടുക്കുമെന്ന് വിശ്വസിച്ചിരിക്കുക. എന്ത് ചോദിക്കണം? ഞങ്ങൾക്ക് ഭക്ഷണം തരണേ,
ഞങ്ങൾക്ക് വെള്ളം തരണേ, ഞങ്ങൾക്ക് വീട് തരണേ, അല്ല, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ അല്ലാഹ്. ഇതാണ് ദുആ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, അല്ലാഹുവേ നിന്നെ അനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ അല്ലാഹ്. വഅരിനാ മനാസികനാ, നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ, ഹജ്ജിന്റെ അമലുകളെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമല്ല, ആ സമൂഹത്തിന് ദുആ ചെയ്തു, ഈ നാടിന് ദുആ ചെയ്തു, ഈ നാട് നീ ഫലഭൂഷ്ടമാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും വ്യക്തിപരമായ ഒരു ആവശ്യം പടച്ചവനോട് പറയുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയാനുള്ളതാണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പടച്ചവന്റെ മുമ്പിൽ സമ്മതിക്കാനുള്ള ഒരു വഴിയാണ് പ്രാർത്ഥന. അങ്ങനെ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടണം. അതിനാണ് ദുആ. അതിനാണ് ദുആ. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോ ഓടി വന്നിട്ട് അള്ളാഹുവേ എനിക്ക് സൂക്കേട് മാറ്റി തരണേ എന്ന് പറയുന്നതല്ല പ്രാർത്ഥന. ഇങ്ങനെ എന്തെല്ലാം കാണാൻ സാധിക്കും. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ജീവൻ കൊണ്ടാണ് ഓടിയത്. പുറകിലുള്ളത് ഫിർഔനിന്റെ പട്ടാളമാണ്. ആള് വന്ന് പറഞ്ഞു, മൂസ ഇനി ഇവിടെ നിൽക്കരുത്, പൊയ്ക്കോണം, നിന്നെ എങ്ങാനും കണ്ടുകിട്ടിയാൽ അന്ന് നിന്റെ ജീവൻ പോയി. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, അല്ലാഹു പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാം ഭയന്നുകൊണ്ട് ഓടി. തങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്തൊരു പ്രദേശത്തെത്തി. മദിയൻ, ആരെയും പരിചയമില്ല. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, എന്റെ റബ്ബേ ലിമാ അൻസൽത, നീ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയെന്നെ, മിൻ ഖൈരിൻ ഫഖീർ, എത്ര സാരസമ്പൂർണമായ വാക്കാണ്. മിൻ ഖൈരിൻ ഫഖീർ, നീ എനിക്കായി വിധിച്ചിട്ടുള്ള ഖൈറിൽ ഞാൻ ആവശ്യക്കാരനാണ്. ബസ്, അതിലെല്ലാം ഉണ്ട്. ഇവിടെ വന്നത്, ഇവിടെ ഇനി ജീവിക്കാൻ പോകുന്നത്, എന്റെ മുമ്പിൽ വരുന്ന വഴികൾ, ഇതിൽ ഖൈറുമുണ്ടാകും ഷർറുമുണ്ടാകും. ഖൈറായത് നീ അടുപ്പിക്കണേ, ഷർറായത് നീ മാറ്റിത്തരണേ. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എത്ര സരളമാണ്, സാരസമ്പൂർണമാണ്, ലളിതമാണ്. പടച്ചവനോടുള്ള അനുഗ്രഹങ്ങൾ ഏറ്റുപറയുന്നതാണ്. ഇങ്ങനെ നമുക്ക് എത്ര പ്രാർത്ഥനകൾ കാണാം. പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് പോയി. കല്ലേറുകൊണ്ട് ആ രക്തം വാർന്നൊഴുകി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഓടുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രിയപ്പെട്ട നബി കൈ ഉയർത്തുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അശ്കു ഇലൈക ളഅഫ ഖുവതി, അല്ലാഹുവേ എന്റെ ദൗർബല്യം ഞാൻ നിന്നോട് പറയുന്നു. എന്താ പറയേണ്ടത്? എത്രയും പെട്ടെന്ന് ഈ രക്തമൊക്കെ, ഈ മുറിവൊക്കെ ഒന്ന് ഉണക്കി എനിക്ക് കേറി കിടക്കാൻ ഒരു ഇടം താ എന്ന് പറയേണ്ടതിനു പകരം എന്താ പറഞ്ഞത്? അല്ലാഹുവേ എന്റെ ദൗർബല്യം ഞാൻ നിന്നോട് പങ്കുവെക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അശ്കു ഇലൈക ളഅഫ ഖുവതി വഹവാനി അലന്നാസ്, മനുഷ്യരുടെ അടുക്കലുള്ള എന്റെ നിസാരത നിന്റെ മുമ്പിൽ ഞാൻ വെക്കുന്നു പടച്ചവനെ. നീ ആരിലെ നീ എന്നെ ആരിലേക്കാണ് ഏൽപ്പിച്ചു വിടുന്നത്? ഏത് മനുഷ്യരിലേക്കാണ് പടച്ചവനെ? എനിക്ക് പ്രശ്നമില്ല. ഈ രക്തം വാർന്നൊഴുകുന്നത് എനിക്ക് പ്രശ്നമില്ല. ഈ കല്ലേറുകൾ എനിക്ക് പ്രശ്നമില്ല. ഫല ഉബാലി, ഞാനൊന്നും പരിഗണിക്കുന്നില്ല. നിനക്ക് എന്റെ മേൽ കോപമില്ലെങ്കിൽ, ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ആഴം, നിനക്ക് എന്റെ മേൽ കോപമില്ലെങ്കിൽ ഈ വാർന്നൊഴുകുന്ന രക്തങ്ങളെ ഞാൻ പരിഗണിക്കുന്നില്ല, എന്നിലേക്ക് എറിയപ്പെട്ട കല്ലേറുകളെ ഞാൻ പരിഗണിക്കുന്നില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, അല്ലാഹു വളരെ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പ്രവാചകന്റെ പ്രാർത്ഥന പടച്ചവനുമായിട്ട് നിർവഹിക്കുന്നത് അല്ലാഹുവും പ്രവാചകനും തമ്മിലുള്ള ബന്ധം സുദീർഘമാക്കാനാണ്. ഇങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയെ നാം മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കേവലമായ ഉപാധിയായി മാത്രമാണ്.
ഉപാധിയായി മാത്രമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം. നമുക്ക് കുട്ടിക്ക് സന്താനങ്ങളില്ലെങ്കിൽ സന്താനം കിട്ടണം, നമുക്ക് കടം വീട്ടണം, നമുക്ക് ഭക്ഷണം കിട്ടണം, നമുക്ക് പാർപ്പിടം കിട്ടണം. ഇതിന് പ്രാർത്ഥന. ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ശപിക്കും. അങ്ങനെയല്ലേ? എന്ത് പടച്ചവനാണ്, ഞാൻ എത്ര കാലമായിട്ട് ഒരു അസുഖം പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി വിളിക്കുന്നു, ആ വിളി കേൾക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയും. എത്ര കാലമായി ഒരു കുഞ്ഞിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് എന്തേ ആ റബ്ബ് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വിലപിക്കുന്നത് വിശ്വാസത്തിന്റെ ദൗർബല്യത്തിൽ നിന്നാണ്. പ്രാർത്ഥന എന്തെന്നറിയാത്തത് കൊണ്ടാണ്. ഞാനും നിങ്ങളും അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഉപാധിയാണ് പ്രാർത്ഥന. കേവലമായ ആവശ്യപൂർത്തീകരണമല്ല അതിന്റെ പിന്നിൽ നടക്കേണ്ടത്. ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള ഉപാധി മാത്രമല്ല, ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാം. സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചില്ലേ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, അല്ലാഹുവേ എനിക്ക് സന്താനങ്ങളെ തരണേ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ സക്കരിയ നബിയും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം സുദൃഢമായിരുന്നു. നമ്മൾ ദുആയുടെ പണിയൊക്കെ ഉസ്താദന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കൊരു പ്രശ്നം വന്നാൽ ദുആ ചെയ്യേണ്ട പണി ഉസ്താദന്മാർക്കാണ്, നമുക്ക് പണിയില്ല. എന്റെ അടുക്കല് ഈ അടുത്തൊരു നമ്മുടെ ഒരു സുഹൃത്ത് പുതിയ വാഹനം എടുത്ത് ദുആ ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഞാൻ ചോദിച്ചു, ദുആ ചെയ്യണം, എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? അല്ല, വാഹനം പുതിയതെടുത്തു, അപകടമൊന്നും ഇല്ലാതിരിക്കാൻ, എന്നിട്ട് താക്കോലിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ പടച്ചവനോട് ചെയ്താൽ പോരെ, ഞാൻ ചെയ്യണോ? അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അതിൽ നമ്മൾ ആളുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഉസ്താദന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്, പണ്ഡിതന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നല്ല കാര്യമാണ്, നല്ല ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. നമ്മളൊക്കെ പാപികളാണ്, എന്നാലും സാലിഹീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. അള്ളാഹുമായിട്ട് അടുത്ത ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. അതിലൊന്നും തർക്കമില്ല. പക്ഷെ ആ പണി മൊത്തം നമ്മൾ അതിൽ നിന്ന് ഒഴിവായി അവരെ ഏൽപ്പിച്ചിട്ട് നടക്കേണ്ടവരല്ല. നമുക്ക് പടച്ചവനുമായി ബന്ധം വേണ്ടേ? നമ്മൾ പടച്ചവനോട് കാര്യങ്ങൾ പറയണ്ടേ? ആ ബന്ധം പടച്ചവനോട് നമ്മൾ സ്ഥാപിക്കണ്ടേ? അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുകയല്ലല്ലോ വേണ്ടത്. അവര് നല്ല ആളുകൾ, അവർ അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ചു, ആ ബന്ധം അവർക്ക് മാത്രം മതിയോ? നമുക്കും വേണ്ടേ? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. എന്റെ അടിമകൾ എന്നെപ്പറ്റി അങ്ങയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫഇന്നി ഖരീബ് പറഞ്ഞു കൊടുക്കുക. ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെയുണ്ടെന്ന്, ഞാൻ അടുത്ത് തന്നെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു പറയാണ്. ആരോടാ? സാലിഹീങ്ങളായ മനുഷ്യരോട്, ഉസ്താദന്മാരോട് മാത്രം അടുത്ത് ഖുർആനിൽ പറഞ്ഞ അല്ല, ലോകത്തേത് മനുഷ്യരോടും ഏത് മുഅ്മിനിനോടും ആരോടും പടച്ചവൻ സമീപസ്ഥനാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകാം. ഇദാ ദഅാൻ, അവൻ എന്നോട് പറയണം, വേറെ ആരോടും പോണ്ട. ഒരു ഉസ്താദിനെ നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഫല്യസ്തജീബൂലി, എന്നോട് മറുപടി പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. വൽയുമിനു ബി, എന്നിൽ വിശ്വസിച്ചു കൊള്ളട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അതാണ് അവർക്ക് അഭികാമ്യം. ഒരു വീട്ടിൽ മരണം സംഭവിച്ചു. ആ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ ഏറ്റവും യോഗ്യനാരാണ്? പള്ളിയിലെ ഉസ്താദിനേക്കാളും ആ പിതാവിന്റെ മക്കളാണ്. പള്ളിയിലെ ഉസ്താദിനേക്കാളും ഏറ്റവും അഭികാമ്യം അവിടെ ദുആ ചെയ്യേണ്ടത് പിതാവിന്റെ സാലിഹായ മക്കളാണെങ്കിൽ ആ പവർ ഉസ്താദിന്റെ ദുആക്ക് ഇല്ലെന്നേ. ഇത് ആര് പറഞ്ഞതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്. ഒരു മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ ഉസ്താദ് എന്നല്ല, സ്വാലിഹായ സന്താനം എന്നാ പറഞ്ഞത്. ദീനീ ബോധമുള്ള ആ മകൻ അല്ലാഹുവിനോട് ചോദിക്കാണ്, പടച്ചവനെ, എന്റെ പിതാവാണ് ഈ മരിച്ചു കിടക്കുന്നത്, എന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഉപ്പയാണ്, എനിക്ക് ദീൻ പറഞ്ഞു തന്ന ആളാണ്, എന്നെ മദ്രസയിൽ കൊണ്ടുവിട്ട ആളാണ്,
അള്ളാഹു നീ മനുഷ്യന് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു ദുആ മതി നമ്മുടെ മുഴുവൻ പാപങ്ങളും കരിയാൻ. അത് ഉസ്താദന്മാരുടെ ദുആയിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വവലദുൻ സാലിഹൻ യദ്ഉ ലഹു, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കൾ. നമ്മുടെ മരണ വീടുകൾ ഉണരുന്നത് അന്നായിരിക്കും. ആ 3 ദിവസമായിരിക്കും നിസ്കാരം തന്നെ ഉണ്ടാവുക. അള്ളാഹു പുറത്തു തരട്ടെ. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. അന്ന് ഖുർആൻ ആ 2-3-4 ദിവസം ഖുർആൻ പാരായണം ഉണ്ടാകും, ദിക്ർ ഉണ്ടാകും, പല പരിപാടികളും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ പടച്ചവനുമായുള്ള ബന്ധം, ദുആ എന്ന് പറഞ്ഞാൽ അത് ഒരു സീസണൽ ഭക്തിയുടെ പേരല്ലല്ലോ. നമുക്ക് അള്ളാഹുവിനോടുള്ള നിരന്തരമായ അഭേദ്യമായ ബന്ധത്തിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ പേരാണ് ദുആ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ പ്രശ്നമേ അല്ല. നമ്മൾ കാലം എത്രയായി പടച്ചവനോട് ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അജണ്ടയല്ല. പൂർത്തീകരിക്കപ്പെട്ടാൽ അൽഹംദുലില്ലാഹ്, പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിലോ അള്ളാഹുവേ എത്ര കാലം ഈ പ്രശ്നത്തിൽ എന്നെ ഇട്ട് ഉരുട്ടുന്നു ആ അത്രയും കാലം ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകാൻ ഞാൻ മതി, നീ തന്ന രോഗം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്, നീ തന്ന സാമ്പത്തിക ബാധ്യതകൾ സഹിക്കാൻ ഞാൻ തയ്യാറാണ്, നീ തന്ന ഇല്ലായ്മകളും വല്ലായ്മകളും സഹിക്കാൻ ഞാൻ തയ്യാറാണ്, നിനക്ക് എന്നോട് കോപമില്ലാതിരുന്നാൽ മതി എന്നതാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ അർത്ഥം, അതിന്റെ മൂല്യം. അതല്ലാതെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള കേവലമായ ഉപാധിയായി നാം പ്രാർത്ഥനയെ കാണരുത്. അവിടെ അല്ലാഹുമായുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ, അവിടെ പടച്ചവനുമായുള്ള ബന്ധം സുദൃഢമാകുമ്പോൾ അള്ളാഹു പറഞ്ഞതുപോലെ അവൻ നടക്കുന്ന കൈ ഞാനായി മാറും, അവൻ പിടിക്കുന്ന കൈ ഞാനായി മാറും, അവൻ നടക്കുന്ന കാലുകൾ ഞാനായി മാറും, അവൻ കാണുന്ന കണ്ണുകൾ ഞാനായി മാറും, അവൻ കേൾക്കുന്ന കാതുകൾ ഞാനായി മാറും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൂർണ്ണമായ സംരക്ഷണം അവന്റെ മുമ്പിൽ തുറക്കപ്പെടും. പ്രവാചകന്മാർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളൊന്നും പടച്ചവനോട് പറഞ്ഞില്ല. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ മുന്നിൽ സമുദ്രം 2 പിളർന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ തീക്കുണ്ടാരത്തിലിരുന്ന് കിടന്ന പ്രവാചകൻ പ്രാർത്ഥിച്ചത് എന്നെ ഈ തീക്കുണ്ടാരത്തിലേക്ക് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റിത്താ എന്നല്ല. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്, നിഅമൽ മൗലാ വനിഅമൻ നസീർ, ഭരമേൽപ്പിക്കാൻ സഹായമർത്ഥിക്കുവാൻ എന്നെ സംരക്ഷിക്കുവാൻ എന്റെ റബ്ബ് മതി. ഇതാണ് പ്രാർത്ഥന. തീയിൽ വെന്തുരുകിയാലും ഇതാണ് പ്രാർത്ഥന, തീയിൽ വെന്തുരുകിയാലും ഇതാണ് പ്രാർത്ഥന. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫിന്റെ കാര്യത്തിൽ വലിയ ആധിയായിരുന്നു, വലിയ ആശങ്കയായിരുന്നു. അദ്ദേഹം പേടിച്ചത് സംഭവിക്കുകയും ചെയ്തു. മകൻ നഷ്ടപ്പെട്ടു, മകൻ കൂടെയുള്ളവനും നഷ്ടപ്പെട്ടു, ബിന്യാമീനും നഷ്ടപ്പെട്ടു. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന അല്ലാഹു സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. ഇന്നമാ അശ്കൂ ബസ്തി വഹുസ്നി ഇലല്ലാഹ് വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. അല്ലാഹുവേ എത്രയും പെട്ടെന്ന് യൂസുഫിനെ ഞാൻ തിരിച്ചു കൊണ്ടുപോവാ എന്നല്ല, എന്റെ ആവലാതിയും എന്റെ വിഷമവും എന്റെ സങ്കടവും ഞാൻ പൂർണ്ണമായി അള്ളാഹുവിനെ ധരിപ്പിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് എനിക്ക് അറിയാം, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. ഞാനും പടച്ചവനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്, ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ആ ബന്ധത്തിൽ എന്റെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിലേക്ക് ഞാൻ നോക്കുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ തിരിച്ചു കൊടുത്തില്ലേ അല്ലാഹു? യൂസുഫിനെയും സഹോദരനെയും മൂസാ നബി അലൈഹിസ്സലാമയുടെ മുന്നിൽ പർവ്വതങ്ങൾ തുറക്കപ്പെട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മുന്നിൽ ആ തീ തണുപ്പായില്ലേ? എന്താണ് പ്രാർത്ഥിച്ചത്?
എന്താണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം? പ്രിയമുള്ളവരെ, നാം പടച്ചവനുമായുള്ള ബന്ധം സ്ഥാപിക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്ന് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് ഒരു കണ്ണുനീര് വാർത്തിട്ടുണ്ടോ? ഉണ്ടോ? അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അതിൽ പറഞ്ഞു, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു. ഒറ്റയ്ക്കിരുന്ന് പടച്ചവനെ കുറിച്ച് നോക്കി, അത് പ്രാർത്ഥനയാണ്. ഫഫാദത് ഐനാഹു, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും, ഉറപ്പ്. കണ്ണുനീര് വരും. എന്റെ റബ്ബ് എത്ര സ്ഥലങ്ങളിലാണ് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചത്. കുഴിയിൽ വീഴാൻ പോകുന്ന മകനെ ഒരു പിതാവ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ എന്റെ റബ്ബിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. തീയിലേക്ക് വീഴാൻ പോകുന്ന കുഞ്ഞിനെ വളരെ ശക്തമായി ഓടി വന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു ഉമ്മയെ പോലെ എന്റെ റബ്ബ് എന്നെ കരുതിയിട്ടുണ്ട് എന്ന് ഒറ്റയ്ക്കിരുന്ന് ഒരു 5 മിനിറ്റ് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇതിന് പറയുന്ന പേരാ പ്രാർത്ഥന. ഇതിനാണ് പ്രാർത്ഥന. നമ്മൾ ആവശ്യങ്ങൾ പടച്ചവനോട് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. നമുക്ക് അള്ളാഹ്നെ അറിയില്ല നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളത്, അത് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. അള്ളാഹുവിനോട് അവന്റെ അനുഗ്രഹങ്ങൾ ഏറ്റു പറയുന്നതാണ് പ്രാർത്ഥന. അവന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നതാണ് പ്രാർത്ഥന. അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ പറയുന്നതിനപ്പുറത്ത് ആ പ്രയാസങ്ങളിൽ പടച്ചവനെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതാണ് പ്രാർത്ഥന. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ പടച്ചവനെ നിന്റെ മുമ്പിൽ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രാർത്ഥന. അതല്ലാതെ കുട്ടിയെ തരണേ, കടം വീട്ടണേ, ഭക്ഷണം തരണേ, ദാരിദ്ര്യം മാറ്റണേ, ഇതിനു വേണ്ടി മാത്രം പടച്ചവനെ മുട്ടുന്നവർ പ്രാർത്ഥനയല്ല. ഇതിനു വേണ്ടി മാത്രം പടച്ചവനെ മുട്ടുന്നവർ ഇത് പ്രാർത്ഥനയല്ല. എന്നാൽ അള്ളാഹുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു അബ്ദ്, ഒരു അടിമ അള്ളാഹിനോട് ഒന്നും ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഏറ്റുപറഞ്ഞ് പടച്ചവനുമായുള്ള ബന്ധം സ്ഥാപിച്ചാൽ മതി. പടച്ചവന് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തു തന്നോളൂ. ഇതാണ് ഈമാൻ. ഇത് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിലെ മുദ്രയാണ്. പ്രവാചകന്മാരുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. അതല്ലാതെ എനിക്ക് പല സുഹൃത്തുക്കളും വാട്സപ്പിലും അല്ലാതെയും ഒക്കെ പല ദുആകളും ആരൊക്കെയോ ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അയച്ചു തരാറുണ്ട്. എന്നിട്ട് ചോദിക്കും, ഈ ദുആ ഖുർആനിലോ ഹദീസിലോ ഉള്ളതാണോ എന്ന് ചോദിക്കും. പ്രാഥമികമായ നോട്ടത്തിൽ ചിലപ്പോൾ ഞാനും ആ ദുആ ആദ്യമായിട്ടായിരിക്കും കാണുക, കേൾക്കുക. ഞാൻ ആ ദുആ ഒരു അല്പം വായിച്ച് പ്രാഥമികമായ നോട്ടത്തിൽ ഇതിന്റെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് ആയത്തിലോ ഹദീസിലോ ഉള്ള പ്രാർത്ഥനയല്ല എന്ന് പറയും. പ്രവാചകന്മാരുടെ പ്രാർത്ഥനയുടെ സിഗ്നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകൾ പ്രവാചകൻ പഠിപ്പിച്ചതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളും സ്വലാത്തുകളും ദിക്റുകളും ഒന്നും വേണ്ട. നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ ആരൊക്കെയോ പഠിപ്പിച്ചത് ചൊല്ലിക്കൊണ്ട് നടക്കണം. അത് പറഞ്ഞുകൊണ്ട് നടക്കാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിയെ കിട്ടും, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് കടം വിടും, ഇത് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറും, നിങ്ങളുടെ കൂടോത്രം മാറും. ഇങ്ങനെ ആരെങ്കിലും എവിടെ നിന്ന് ആരെങ്കിലും നിർമ്മിച്ച ദുആയും സ്വലാത്തും പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ റെഡിയാണ്. സ്വലാത്ത് ചൊല്ലിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന സ്വലാത്ത് നമ്മൾ പറഞ്ഞു നോക്കി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, നീ പ്രവാചകന് കരുണ ചെയ്തതുപോലെ എനിക്ക് കരുണ ചെയ്യണം, മുഹമ്മദ് നബിക്ക് കരുണ ചെയ്യണം. വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണമേ, ഇബ്രാഹിം നബിക്ക് ബർക്കത്ത് ചെയ്തതുപോലെ. നമ്മുടെ ആവശ്യം പറയുന്നില്ല. എന്നാൽ നിർമ്മിക്കപ്പെട്ട സലാത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. പ്രവാചകനിലൂടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, പ്രവാചകനിലൂടെ പ്രയാസങ്ങൾ മാറും, പ്രവാചകനിലൂടെ ദുരന്തങ്ങൾ ലഘൂകരിക്കപ്പെടും എന്നൊക്കെ അർത്ഥം വരുന്ന പ്രവാചകനെ കേവലം ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ഉൽപ്പന്നമായി ചിത്രീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ അറബിയിൽ ലഭ്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും റസൂലും പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിലുള്ള മുദ്ര നമുക്ക് ആ പ്രാർത്ഥനകളിൽ കാണാൻ സാധിക്കുകയില്ല. പ്രാസം അറബി ഭാഷയിലെ പ്രാസത്തിന്റെ നിയമങ്ങൾ പാലിക്കപ്പെട്ടിരിക്കും, വളരെ മനോഹരമായിരിക്കും കേൾക്കാൻ. പക്ഷേ ആ പ്രാർത്ഥനകളിൽ പ്രവാചകത്വത്തിന്റെ മുദ്ര ഉണ്ടാവൂല. ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലും നമ്മൾ വിചാരിക്കേണ്ട
നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് കൊണ്ട് അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ മാലയിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലേ? ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവനും അള്ളാഹു തന്നെയല്ലേ എന്ന് വിശ്വസിക്കുന്ന മുഅ്മിന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മാർഗമെല്ലാം സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? നമ്മൾ കേവലം സ്വാർത്ഥതയുടെ ഈ ലോകത്ത് നിന്ന് നമ്മൾ മാറണം. അള്ളാഹുവിനെ സ്നേഹിക്കാൻ തയ്യാറാകൂ, അതാണ് ദുആ. അള്ളാഹുവിനെ സ്നേഹിക്കാൻ തയ്യാറാകൂ, അതാണ് പ്രാർത്ഥന. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവരൂ, അതാണ് ഇസ്ലാം. ഇത് മനസ്സിലാക്കാതെ കേവലം കുറെ ആചാരങ്ങളും ചടങ്ങുകളും അതിൽ മാത്രം അഭിരമിച്ച് തരം താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഈ ഉമ്മത്ത് എത്തിപ്പെടരുത്. യഥാർത്ഥ ദാഇകളായി മാറണം, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറണം. പ്രവാചകന്മാര് പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമാറാകട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ. പക്ഷേ നമുക്ക് അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കണം, അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കണം. അതാണ് ദുആ. അത് മനസ്സിലാക്കണം. ഞാൻ ആവർത്തിക്കുന്നു, ദുആ എന്ന് പറഞ്ഞാൽ പടച്ചവനോട് കുറെ നമ്മുടെ പ്രശ്നങ്ങളുടെ ലിസ്റ്റ് പറയുന്നതല്ല. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, എനിക്ക് മാത്രം ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ചിന്തിച്ചാൽ എനിക്ക് പടച്ചവനോട് പറയാൻ പറ്റില്ലേ? അത് പറഞ്ഞാൽ മതി. നമ്മുടെ ക്ഷമ പടച്ചവനോട് പറഞ്ഞാൽ മതി. നീ ജീവിതത്തിൽ എത്ര പരീക്ഷണം തന്നാലും, എത്ര ദുരിതങ്ങൾ തന്നാലും, എന്റെ കണ്ണിൽ നിന്ന് എത്ര കണ്ണുനീര് വാർന്നൊഴുകിയാലും, പടച്ചവനെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല, ഒരമർഷവുമില്ല, ഒരു പരിഭവമില്ല. മരണം വരെ ഞാൻ ക്ഷമിക്കും, മരണം വരെ ഈ ദുരന്തം ഞാൻ അനുഭവിക്കും നിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ന് പറയുന്നതാണ് മുഅ്മിനെ പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാലും പെട്ടില്ലെങ്കിലും പടച്ചവനെ പഴി പറയുന്നവനല്ല മുഅ്മിൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.